എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള കപ്പ ചിപ്സ് ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മളിത് കടയിൽ നിന്ന് വാങ്ങി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ റെസിപ്പി പറയുകയാണെന്ന്. അപ്പോൾ അതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം, എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ എല്ലാവർക്കും കിട്ടുള്ളൂ. അപ്പം നമുക്കിന്ന് കപ്പ ചിപ്സ് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അപ്പം ഞാനിതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്ത് വെച്ചുള്ള കപ്പയാണിത്. അപ്പം നമ്മൾ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി കപ്പ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാവുന്ന വണ്ണമുള്ള കപ്പയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. എന്നാലേ നമുക്ക് അത് സ്ലൈസാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ഈ കപ്പ നല്ല ഷേപ്പുള്ള കപ്പ എടുക്കണം, നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണ കപ്പ എടുക്കണം. എന്നാലേ അത് നമുക്ക് ഇങ്ങനെ നല്ല റൗണ്ടിൽ സ്ലൈസാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം വാങ്ങുമ്പോൾ. പിന്നെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം ഞാനിത് ചെറിയ സ്ലൈസാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരെണ്ണം ഞാനിവിടെ ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ഈ കട്ടറിൽ ഇങ്ങനെ സ്ലൈസാക്കി എടുക്കുക. ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, ഇത് നല്ല ഉറപ്പുണ്ടാവും കപ്പ അങ്ങനെ ചെത്തിയെടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ നല്ല ശക്തി എടുത്തിട്ട് ഇത് ചെയ്യേണ്ടി വരും, എന്നാലേ ഇതിങ്ങനെ ചിപ്സാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല റൗണ്ടിൽ ഇങ്ങനെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് ഇത്. ഇനി നമുക്കിത് വറുത്തെടുക്കണം. നല്ല കനം കുറച്ച പീസാക്കണം. നമുക്ക് കത്തിയോണ്ട് വേണമെങ്കിൽ കത്തിയോണ്ടും ഇത് ചെത്തിയെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് പാനിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലോട്ട് ഈ കട്ടർ ഉപയോഗിച്ചിട്ട് നേരിട്ട് അതിലേക്ക് സ്ലൈസാക്കി ഇട്ടാൽ മതി. അങ്ങനെയും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്താ ഇഷ്ടമുള്ളത് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നന്നായി ചൂടായി വന്നതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മുടെ ഈ ചിപ്സ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഓരോരോ പീസായിട്ട് ഇട്ട് കൊടുക്കണോ, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ ഇട്ട് കൊടുക്കണ്ട, കുറച്ചിട്ടിട്ട് കുറേശ്ശെയായിട്ട് ഇങ്ങനെ വറുത്തെടുത്താൽ മതി. അപ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷമേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇതൊന്ന് ഇതിലിട്ടിരിക്കുന്ന കപ്പ ഒന്ന് ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന തവിയിൽ അത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഒന്ന് ചൂടായതിന് ശേഷം ഇത് മറിച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. നല്ല കനം കുറഞ്ഞ പീസായിട്ടിരിക്കണം, എന്നാലേ അത് നന്നായി മൊരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പിൻ്റെ വെള്ളം വേണമെങ്കിൽ തളിച്ച് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇത് ഉപ്പ് ലാസ്റ്റ് വറുത്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ ഉപ്പ് തളിച്ച് കൊടുക്കാറ്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ വേണമെങ്കിൽ ഇപ്പം ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഏകദേശം ലൈറ്റ് ബ്രൗൺ കളറായി ഇങ്ങനെ വരുന്നുണ്ട് ഇതിൻ്റെ സൈഡൊക്കെ. അപ്പോൾ തന്നെ നമുക്കിത് ഇതിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ചിപ്സ് ഏകദേശം ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കോരി മാറ്റാം. ഇങ്ങനെ ഞാൻ കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് കുറേ തവണയായിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. എപ്പോഴും നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് വളരെ എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കാൻ. പിന്നെ ഇത് കടയിൽ പോയി വാങ്ങി കഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ കുറേശ്ശെയായിട്ടിട്ട് ഞാനിത് മുഴുവനും ഇങ്ങനെ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിൽ അതിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഇനി ആവശ്യമുള്ള മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ആവശ്യമില്ലാത്തവർ അവർ ചേർക്കണ്ട, ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ മുളകും ഉപ്പും കൂടെ രണ്ടും കൂടിയാണ് മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ ആവശ്യത്തിന് മുളക് പൊടി ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം പാത്രം നന്നായി ഒന്ന് കുലുക്കി കൊടുക്കുക ഇങ്ങനെ. അപ്പോൾ ഇതെല്ലാ ഭാഗത്തും ആവും. ഇനി വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്കിതിൽ ആഡ് ചെയ്യാം.
ഇതിപ്പോൾ എല്ലായിടത്തും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള കപ്പ ചിപ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി വെച്ചാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഈ കപ്പയുടെ ചിപ്സ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട് ഇത്. താങ്ക് യു.